ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്മൂത്തിയാണ് കേട്ടോ. നിങ്ങൾക്ക് ജ്യൂസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്മൂത്തി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ട് എടുത്താൽ നമുക്കത് സ്മൂത്തി ആണെന്ന് പറയാം, അതുപോലെ കുറച്ച് ലൂസായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ജ്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിന് വേണ്ടി ഉപയോഗിച്ചത് ബ്ലൂബെറി ആണ്, പിന്നെ തൈര് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബനാന. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ ഉമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പം നമുക്ക് റെസിപ്പി നോക്കാം. അതിന് മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്ന കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലൂബെറിയാണ്. ഇതിന് കാൻബെറി എന്നും പറയാറുണ്ട്. ഇപ്പോൾ ഈ കാൻബെറിയിൽ ഒരുപാട് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കാലറി എന്ന് പറയുന്നത് വളരെ ലോ കാലറിയാണ്. അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ഉപകാരപ്പെടുന്നതാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡിൻ്റെ കിങ് എന്നറിയപ്പെടുന്നതും ബ്ലൂബെറി തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പം നമുക്ക് എന്നും പറ്റിയിട്ടില്ലെങ്കിലും നമ്മുടെ ഫുഡിൽ ഇതും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നല്ല എന്നും കഴിക്കുന്നവർക്ക് ക്യാൻസർ വരില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞാനൊരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതും ഒരു കപ്പ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാരനേക്കാളും നല്ലത് തേനാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ തേനില്ലാത്തതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ബനാന എടുത്തിട്ടുണ്ട്. അത് നന്നായി പഴുത്ത ഒരു ബനാന തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ആദ്യം തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ബെറി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബ്ലൂബെറി. നന്നായി കഴുകിയെടുക്കാം കേട്ടോ, കാരണം അതിൻ്റെ മേലെ ഒരു മരുന്നടിച്ച പോലെ ഉണ്ട്. അപ്പം ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തേനില്ലെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് തേൻ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഇനി നമുക്ക് ബനാന ചേർത്ത് കൊടുക്കാം. ഇതും നന്നായി പഴുത്ത ബനാന തന്നെ എടുക്കാൻ ശ്രമിക്കുക, അതാവുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ ബനാന ഇതുപോലെ മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ജ്യൂസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നല്ലൊരു ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം. നമ്മൾ എന്നോട് കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, നല്ല ഭംഗിയുണ്ട് പ്രസൻറ്റേഷൻ, അപ്പോൾ അതിനെക്കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കാണിക്കാം. അത് ഇപ്പോൾ ജ്യൂസൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഗ്ലാസ് തന്നെ അതിന് വേണ്ടി തിരഞ്ഞെടുക്കുക. പിന്നെ അതുപോലെ ഈ ഒരു അംബ്രല്ല സ്ട്രോ ആണിത്. അപ്പോൾ ഇതൊരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് വെച്ചാണോ ഈ ജ്യൂസ് ഉണ്ടാക്കിയത് അതേ ഐറ്റംസ് വെച്ച് തന്നെ ഡെക്കറേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലൂബെറീസ് ഇതിൻ്റെ താഴെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ. പിന്നെ ഈ ജ്യൂസിലും നമുക്ക് 1-2 ബെറീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ജ്യൂസിൻ്റെ മേലെ ഇട്ടാൽ അത് ഉള്ളിലോട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഒരു ഡിസൈൻ അതിൻ്റെ മേലെ തന്നെ വരുന്നുണ്ട്, ഈ ഓറഞ്ച് പോലെ. അതൊരു പേപ്പർ വെച്ച് ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ 1-2 ബെറീസ് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ ജ്യൂസിലേക്ക് സൈഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് താഴേക്ക് പോവില്ല. അപ്പോൾ ഞാൻ നല്ല സിമ്പിളായിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം എനിക്ക് കുറച്ചുകൂടെ ശരിയാക്കാമല്ലോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഉമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസ് ആയതുകൊണ്ട് ഞാൻ ഉമ്മക്ക് കൊടുക്കട്ടെ. ഉമ്മൻ്റെ അഭിപ്രായം എന്താണെന്നറിയാം. ഉമ്മ സ്പെഷ്യൽ ജ്യൂസാണ്, കുടിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയും. അപ്പോൾ ഉമ്മയ്ക്ക് ജ്യൂസൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഫസ്റ്റ് ടൈമാണ് ബ്ലൂബെറിയുടെ ജ്യൂസ് കുടിക്കുന്നത്. കാരണം നാട്ടിൽ ഇത് അത്ര അവൈലബിൾ ആയിട്ടുള്ളതല്ല, ഞാൻ കണ്ടിട്ടില്ല നാട്ടിൽ നിന്നും ഇത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.